BJP വളരെ വ്യാപകമായി അവർ A+A കാറ്റഗറി തിരിച്ചാണ് മണ്ഡലങ്ങളെ അവർ വെച്ചിരിക്കുന്നത്. B കാറ്റഗറി കോടിക്കണക്കിന് രൂപയാണ് നൽകുന്നത്. ഇപ്പോൾ ഇന്നലെ ഇവിടെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി ഒരു രാത്രിയിൽ ചെന്ന് അവിടെ പണം കൊടുക്കാനുള്ളൊരു സംവിധാനം നടത്തി. എതിർപ്പ് വന്നപ്പോൾ പറഞ്ഞു ഞാൻ ആഹാരം കഴിക്കാൻ വന്നതാണ്. പെട്ടെന്ന് പിന്നെ പോലീസിനെയൊക്കെ വിളിച്ചിട്ടാണ് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ പൈസയും കള്ളും വ്യാപകമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് എങ്ങനെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നത്, ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നത്, അതാണ് ആളുകൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് വരുമ്പം LDFനായിരിക്കും മുൻതൂക്കം വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കെ. ആ സമയത്തൊക്കെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ്. വീട് കയറിയുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. വി ജോയ് വർക്കല മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി രാവിലെ മുതൽ തന്നെ തുടങ്ങിയ പര്യടനവും പ്രചരണവും ഒക്കെയാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഈ അവസാന ലാപ്പിലെ ഒരു പ്രചരണം? അല്ല, അവസാന ലാപ്പിൽ നമ്മൾ ആളുകളെ, വ്യക്തികളെ കാണൽ, കുടുംബങ്ങളെ കാണൽ, അത്തരം ഒരു പ്രവർത്തനമാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഒന്ന് കാണുക, ഒരു വോട്ട് അഭ്യർത്ഥിക്കുക, അത്തരം ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. അങ്ങനത്തെ ഒരു വർക്കാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ നടത്തിയത്. ശബ്ദത്തിലൊക്കെ ഒരു ഇടർച്ചയുണ്ട്. കാരണം ഇത്രയും ദിവസം 23 ദിവസമേ കിട്ടിയുള്ളൂ. സ്വാഭാവികമായിട്ടും കുറഞ്ഞൊരു സമയമാണ്. ആ സമയത്തിനുള്ളിൽ അത്രത്തോളം വീടുകളൊക്കെ കയറാൻ സാധിച്ചു അല്ലേ? പരമാവധി നമുക്ക് പിന്നെ ഒന്ന് കവലകൾ, കല്യാണം, മരണം, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉത്സവങ്ങൾ, അപ്പോൾ നമ്മൾ പരമാവധി ആളുകളെ കാണാനായിട്ടുള്ളൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നെല്ലാം വേറിട്ട് പോയ കുറച്ച് ആളുകളുണ്ട്. അവരെയാണ് നമ്മളിപ്പോൾ തപ്പിപ്പിടിച്ച് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ഡലത്തിൻ്റെ ഒരു പൾസ് അറിയാൻ പറ്റും. ഈ 14 മണ്ഡലങ്ങളിലും, ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ വിജയം നേടിയ മണ്ഡലങ്ങൾ പലതുമുണ്ട്. അപ്പോൾ ഇത്തവണയും അത്തരത്തിലൊരു വിജയം ഉറപ്പാണോ? നമുക്ക് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും തിരുവനന്തപുരം ജില്ലയിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചില മണ്ഡലങ്ങൾ ഒത്തിരി ടൈറ്റായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. എങ്കിലും അവിടുത്തെ ഞങ്ങളുടെ ഒരു അവലോകനത്തിൽ വളരെ മെച്ചപ്പെട്ട റിസൾട്ട് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പലയിടങ്ങളിലും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡീൽ വിവാദം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ചില പരാമർശം ഉണ്ടായിരുന്നു. ഇതൊക്കെ തിരിച്ചടിയാകുമോ, ഈ ഡാഷ്മോൻ പരാമർശം അടക്കമുള്ള കാര്യങ്ങൾ? ഇല്ല, നമുക്കിപ്പോൾ ഡീലെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അവർ രണ്ടുപേരും തമ്മിലുള്ള ഡീലാണ് യഥാർത്ഥത്തിലുള്ളത്. അത് ആളുകൾക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ ഇവിടെ തന്നെ വർക്കല കഹാറിന് വോട്ട് ചെയ്യണമെന്ന് BJPയുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ മെസ്സേജ് പോവുകയാണ്. മനസ്സിലായില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ആളുകൾക്കും ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഡീലും സ്വാഭാവികമായിട്ട് ഇലക്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ആളുകൾക്ക് എങ്ങനെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നത്, ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നത്, അതാണ് ആളുകൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് വരുമ്പം LDFനായിരിക്കും മുൻതൂക്കം വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ നേമം നിയോജക മണ്ഡലത്തിൽ മദ്യം പിടിച്ചെടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. BJP ഓഫീസിൽ നിന്നാണ് പിടിച്ചതെന്നാണ് CPM ആരോപിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ ശിവൻകുട്ടിയുടെ PA തന്നെ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. കണ്ടതിന് ശേഷം പറഞ്ഞത് ഈ പ്രചരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മദ്യം എത്തിച്ചതെന്നുള്ളത്. BJP തന്നെ തിരസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. BJP വളരെ വ്യാപകമായി അവർ A+A പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാറ്റഗറി തിരിച്ചാണ് മണ്ഡലങ്ങളെ അവർ വെച്ചിരിക്കുന്നത്. B കാറ്റഗറി. അപ്പോൾ ഇതിനകത്ത് കോടിക്കണക്കിന് രൂപയാണ് നൽകുന്നത്. ഇപ്പോൾ ഇന്നലെ ഇവിടെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി ഒരു രാത്രിയിൽ ഒരു 9 മണിയോടുകൂടി പിന്നെ സങ്കേതത്തിൽ ചെല്ലുകയാണ്. ചെന്ന് അവിടെ പണം കൊടുക്കാനുള്ളൊരു സംവിധാനം നടത്തി. എതിർപ്പ് വന്നപ്പോൾ പറഞ്ഞു ഞാൻ ആഹാരം കഴിക്കാൻ വന്നതാണെന്ന്. മനസ്സിലായില്ല. അപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് ഒരു സങ്കേതത്തിൽ വരേണ്ട കാര്യമില്ലല്ലോ. അവിടെ അങ്ങനെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഏർപ്പാടുമില്ല. അപ്പോൾ പെട്ടെന്ന് പിന്നെ പോലീസിനെയൊക്കെ വിളിച്ചിട്ടാണ് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ പൈസയും കള്ളും വ്യാപകമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ. പരാതിയോ മറ്റോ കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊരു പരാതി ഇന്നിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ വ്യാപകമായിട്ടത് ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ലീഡ് എത്രയായി ഉയർത്താൻ സാധിക്കുമെന്നുള്ളതാണ് വിശ്വാസം. അത് നമുക്ക് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പറയാം. പോളിംഗിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമുക്ക് ലീഡിൻ്റെ ഒരു അന്തരം പറയാൻ പറ്റുന്നത്. മെച്ചപ്പെട്ട നിലയിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവസാന ലാപ്പിലും പ്രചരണം ശക്തമായി തന്നെ നടക്കുകയാണെന്നുള്ളതാണ്. വീട് കയറിയുള്ള പ്രചരണങ്ങളിൽ അറിയാവുന്നവരുടെ വോട്ടുകൾ കൂടി ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ.